വിധേയമാകുന്ന, നിരന്തരമായി നീതി നിഷേധങ്ങൾക്ക് വിധേയമാകുന്ന, നിരന്തരമായി അവഹേളിക്കപ്പെടുകയും അട്ടിയോടിക്കപ്പെടുകയും ചെയ്യുന്ന, നിരന്തരമായി രാജ്യസ്നേഹം ചോദ്യം ചെയ്യപ്പെടുന്ന ഏതൊരു പ്രയോഗത്തിന് പിന്നിലും പാകിസ്ഥാനിലേക്ക് പോകാൻ നിരന്തരം ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ഓരോ മുസ്ലിം സാധാരണക്കാരന്റെയും വേദനയും വേദനവും എത്രമാത്രമായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ. ഈ ഭരണാധികാരികൾ അധികാര കേന്ദ്രങ്ങളിലേക്ക്, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നടന്നു കയറിയത് ആയിരക്കണക്കിന് ആളുകളുടെ ചോരച്ചാലുകളിൽ ചവിട്ടിക്കൊണ്ടാണ്. 2002 ഗുജറാത്ത് കലാപം നമ്മൾ മറന്നിട്ടില്ല. 2002 ആ ഒരൊറ്റ കലാപത്തിൽ മാത്രം, ഗുജറാത്തിൽ മാത്രം കൊല ചെയ്യപ്പെട്ടത് 1900-ലേറെ മനുഷ്യജീവനുകളാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. 1900-ലേറെ മനുഷ്യജീവനുകൾ, 2500-ഓളം ആളുകൾ മാരകമായി മുറിവേറ്റു ആ കലാപത്തിൽ. ഏതാണ്ട് 1,00,000-ലേറെ ആളുകൾക്കാണ് അവരുടെ ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയത്, തടയപ്പെട്ടത്. അവരിന്നും വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ഡൽഹികളിൽ, ഗെറ്റോകളിൽ, ക്യാമ്പുകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് നടന്ന ഒരൊറ്റ കലാപത്തിന്റെ നേതൃത്വമാണ് നമ്മൾ കണ്ടതെങ്കിൽ അതിനു മുമ്പും അതിനുശേഷവും നടന്ന ആയിരക്കണക്കിന് വർഗീയ കലാപങ്ങൾ, എന്തിനു വേണ്ടി വർഗീയ കലാപങ്ങൾ എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ പഴയ 5000 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാനാണ് ഈ കലാപങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമുക്കറിയാം. ഇന്ന് ബാബരി മസ്ജിദ് തകർന്നു. അതിനുശേഷം അന്ന് തന്നെ വർഗീയവാദികൾ ആ തകർത്ത മിനാരങ്ങൾക്ക് മേൽ കയറി നിന്നുകൊണ്ട് വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്: ബാബരി തോ തോട്ടെ ഹേ, കാശി മധുര ബാക്കി ഹേ. ബാബരി തകർത്തിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് കാശിയും മധുരയും ബാക്കിയുണ്ട് എന്നായിരുന്നു അന്ന് പറഞ്ഞത്. അതിനുശേഷം നമ്മളൊരു നിയമനിർമ്മാണം നടത്തി. ആ നിയമനിർമ്മാണമാണ് രാജ്യത്തെ മതസ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള 1991 നിയമനിർമ്മാണം. ആ നിയമനിർമ്മാണത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമാണ്, ബാബരി മസ്ജിദ് ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ ആരാധനാലയങ്ങളും ഇനി മുതൽ ആ ആരാധനാലയങ്ങൾ നിലവിൽ ഏതൊരു വിഭാഗമാണോ അതിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഏതൊരു രൂപത്തിലാണോ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ രൂപത്തിൽ നിന്ന് മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളത് 1991 നമ്മുടെ പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ആ നിയമത്തിൽ എന്താ സംഭവിച്ചതിപ്പോൾ നമുക്കറിയാം. ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ്, 2 വർഷം മുമ്പ് ഒരു രാജേഷ് ജെയിൻ എന്ന് പറയുന്ന ഒരാൾ കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നു. ആ കേസ് മധുരയിലെ ഗ്യാൽമാഫി മസ്ജിദിനെതിരെ, അതായത് മധുരയിലെ ഗ്യാൽമാഫി മസ്ജിദ് ശിവക്ഷേത്രമാണെന്ന് പറഞ്ഞുകൊണ്ട്, അതിനിടയിൽ ശിവലിംഗമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കുകയാണ്. ആ കേസ് കോടതി ഫയലിൽ സ്വീകരിക്കുന്നു. അതിനുശേഷം സർവേക്ക് ഉത്തരവിടുന്നു. ആ പള്ളിയിൽ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ ഫൗണ്ടൈൻ ശിവലിംഗത്തിന്റെ അവശിഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നു. അതിനുശേഷം നമുക്കറിയാം, ഷാഹി ഈദ്ഗാഹ് മസ്ജിദിൽ ഇതേ അവകാശവാദവുമായി സംഘപരിവാറിന്റെ വ്യത്യസ്ത ഔട്ട്ഫിറ്റുകൾ മുന്നോട്ട് വരുന്നു. അവർ കേസ്